الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. نحمد الله ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أيها الإخوة، أوصيكم وإياي أولا بتقوى الله. يقول الله تعالى في محكم تنزيله الحكيم: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا بني آدم قد أنزلنا عليكم لباسا يواري سوآتكم وريشا ولباس التقوى ذلك خير ذلك من آيات الله لعلهم يذكرون. صدق الله العلي العظيم. ബഹുമാന്യരായ വിശ്വാസിനികളെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും റബ്ബുൽ ഇസ്സത്തായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി മുഹ്സിനീങ്ങളായി ജീവിതം നയിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഞാൻ ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മുത്തഖീങ്ങളായ അടിയാറുകളിൽ നമ്മയും നമ്മുടെ വേണ്ടപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അവൻ്റെ ഈ ഭവനത്തിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ മഹ്ള് ഫള് കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമുക്കെല്ലാവർക്കും അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സൂറത്തുൽ അഅറാഫിലെ 26-ാമത്തെ സൂക്തമാണ് ആമുഖമായി ഓതി കേൾപ്പിച്ചത്. അഖില മനുഷ്യരെയും വിളിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്: യാ ബനി ആദം, ആദമിന്റെ മക്കളെ, മനുഷ്യരെ, ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതികും വരീഷ. ശരീരത്തിന്റെ നഗ്നത മറക്കാൻ, ശരീരത്തിന്റെ രക്ഷാകവചമായി, ശരീരത്തിന് അലങ്കാരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വസ്ത്രം ഇറക്കി തന്നിരിക്കുന്നു, ലിബാസ് ഇറക്കി തന്നിരിക്കുന്നു. നേരത്തെ മനുഷ്യന് ലിബാസ് ഉണ്ടായിരുന്നു, ആദമിനും ഹവ്വക്കും. സ്വർഗലോകത്ത് വെച്ച് ആ ലിബാസ് നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ട ലിബാസ് അവർക്കും അവരുടെ മക്കൾക്കുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറക്കി തന്നിരിക്കുന്നു എന്നാ പറയുന്നത്. വലിബാസു തഖ്വ, രണ്ടാമതൊരു വസ്ത്രം കൂടി നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്, ഇറക്കി തന്നിട്ടുണ്ട്. അത് തഖ്വ എന്ന വസ്ത്രമാണ്. ദാലിക ഖൈർ,
ആദ്യം പറഞ്ഞ വസ്ത്രത്തെക്കാൾ നല്ല വസ്ത്രം രണ്ടാമത് പറഞ്ഞ തഖ്വയാവുന്ന വസ്ത്രമാണ്. ദാലിക മിൻ ആയാത്തില്ല. വസ്ത്രത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഈ പറഞ്ഞ ഇരു വസ്ത്രങ്ങളും അള്ളാഹുവിന്റെ ആയത്തുകളിൽപ്പെട്ടതാണ്, ദൈവികമാണ്. ലഅല്ലഹും യദക്കറുൻ, ചിന്തിക്കുന്ന ആളുകൾക്ക് കാര്യങ്ങൾ മതിയായ അളവിൽ ഉൾക്കൊള്ളാൻ ഇത്രയൊക്കെ പറഞ്ഞാൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ വിളിച്ച് പറയുന്നത് രണ്ടു തരം വസ്ത്രങ്ങളെക്കുറിച്ചാണ്. ഒന്ന് ശരീരത്തിന്റെ ലിബാസുൽ ബദൻ, നമുക്ക് പരിചയമുള്ള വസ്ത്രം, നമ്മളൊക്കെ ഇട്ട് വന്നിരിക്കുന്ന വസ്ത്രം. രണ്ടാമത്തെ വസ്ത്രം പറയുന്നത് ലിബാസു തഖ്വ, അതായത് ലിബാസു നഫ്സ്, ആത്മാവിനെ ധരിപ്പിക്കാനുള്ള വസ്ത്രം. അപ്പൊ ശരീരത്തെ ധരിപ്പിക്കാനുള്ള വസ്ത്രമുണ്ട്, ആത്മാവിനെ ധരിപ്പിക്കാനുള്ള വസ്ത്രവുമുണ്ട്. ശരീരത്തെ ധരിപ്പിക്കാനുള്ള വസ്ത്രത്തിന്റെ ദൗത്യം നമുക്കറിയാം. അത് നമ്മുടെ നാണം മറക്കാനുള്ളതാണ്, അത് ശരീരത്തിന് സംരക്ഷണം നൽകുന്നതാണ്, അത് ശരീരത്തിന് അലങ്കാരമായി വർത്തിക്കാനുള്ളതാണ്. ഇതാണ് സാധാരണ വസ്ത്രങ്ങളുടെ ദൗത്യമെങ്കിൽ, ലിബാസുൻ നഫ്സ്, ആത്മാവിനെ ധരിപ്പിക്കാനുള്ള തഖ്വയാവുന്ന വസ്ത്രം കൊണ്ട് ഈ ശരീരത്തിനുണ്ടാവേണ്ട എല്ലാ സംരക്ഷണവും, ശരീരത്തിനുണ്ടാവേണ്ട എല്ലാ അലങ്കാരവും യഥാർത്ഥത്തിൽ ഈ തഖ്വയാവുന്ന വസ്ത്രത്തിൽ നിന്ന് നിങ്ങളുടെ ആത്മാവിന് ലഭിക്കുന്നു. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഈ ആദ്യം നഷ്ടപ്പെട്ട വസ്ത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപരിലോകത്തു നിന്ന് ഭൂമിയിലേക്ക് ഇറക്കി എന്ന് പറഞ്ഞല്ലോ. യഥാർത്ഥത്തിൽ ആരാണ് ആ വസ്ത്രം നഷ്ടപ്പെടുത്തിയത് എന്ന് തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ആരാണ് നിങ്ങളുടെ വസ്ത്രം വലിച്ചു കീറിയത്? നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാതാവിന്റെയും പിതാവിന്റെയും ആദമിന്റെയും ഹവ്വയുടെയും സന്താനങ്ങളാണ്, സന്തതികളാണ് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും. അതാരാണ് അത് ചെയ്തത് എന്ന് തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. യാ ബനി ആദം ലാ യഫ്തിനന്നകുമുശ് ശൈത്താൻ, അല്ലയോ മനുഷ്യ മക്കളെ, ആദമിന്റെ മക്കളെ, പിശാച് നിങ്ങളെ കുഴപ്പത്തിൽ ചാടിക്കാതിരിക്കട്ടെ. നിങ്ങളുടെ ഈ രണ്ട് വസ്ത്രങ്ങളുടെ കാര്യത്തിലും നിങ്ങൾക്ക് നല്ല ബോധമുണ്ടാവണം. പിശാച് കുഴപ്പത്തിലാക്കിയാൽ ഈ രണ്ട് വസ്ത്രവും നിങ്ങൾക്ക് നഷ്ടപ്പെടും. കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന, സ്വർഗത്തിൽ വെച്ച് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് അവരുടെ വസ്ത്രം നഷ്ടപ്പെട്ട സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗലോകത്ത് നിന്ന് നിങ്ങളുടെ മാതാപിതാക്കളെ പുറത്താക്കിയത് എന്ന് നിങ്ങൾക്ക് ചിന്ത വേണം. അതുകൊണ്ട് ലാ യഫ്തിനന്നകുമുശ് ശൈത്താൻ, ആ ശൈത്താന്റെ ഫിത്നയിൽ പെട്ടുപോകരുത് മനുഷ്യ മക്കളെ. യഥാർത്ഥത്തിൽ എന്താണ് അവൻ നിങ്ങളുടെ മാതാപിതാക്കളോട് ചെയ്തത്? യൻസിഉ അൻഹുമാ ലിബാസഹുമാ, അവൻ അവരുടെ വസ്ത്രങ്ങൾ ഊരിക്കളഞ്ഞു. പിശാച് ആദമിന്റെയും ഹവ്വയുടെയും വസ്ത്രങ്ങൾ ഊരിക്കളഞ്ഞു. ലിയുരിയഹുമാ സൗആതിഹിമാ, അവിടെ നഗ്നത വെളിപ്പെടുത്താൻ വേണ്ടി. ഉലമാ പറയുന്നത്, മുഫസ്സിറുകൾ പറയുന്നത്, യഥാർത്ഥത്തിൽ ആദമിന്റെ ഹവ്വയുടെ ആത്മാവ് ധരിച്ചിരുന്ന വസ്ത്രമായ, ആത്മാവിനെ ധരിപ്പിച്ചിരുന്ന വസ്ത്രമായ തഖ്വ എന്ന വസ്ത്രത്തെയാണ് ഇബ്ലീസ് ഊരിക്കളഞ്ഞത്. തഖ്വ എന്ന വസ്ത്രം ഊരിപ്പോയാൽ പിന്നെ ശരീരത്തിന്റെ വസ്ത്രം താനെ ഊരിപ്പോവും. നിങ്ങളറിയാതെ, അത് നിങ്ങളറിയാതെ തന്നെ ഊരിപ്പോവും. അതുകൊണ്ട് തഖ്വ എന്ന വസ്ത്രമാണ് യഥാർത്ഥത്തിൽ ഇബ്ലീസ് ഊരിക്കളഞ്ഞത്. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് സ്വർഗം നഷ്ടപ്പെട്ടത്. ഇങ്ങനെ തഖ്വയിൽ ഇബ്ലീസ് കൈവച്ചാൽ ശരീരത്തെ പൊതിയാൻ നിങ്ങൾ ഏതു വസ്ത്രം അണിഞ്ഞാലും അത് വസ്ത്രമായി യഥാർത്ഥത്തിൽ ആ വസ്ത്രത്തിന്റെ ധർമ്മം നിർവഹിക്കുകയില്ല. തുടർന്നുള്ള പറയുന്നത് ഇന്നഹു യറാക്കും ഹുവ വഖബീലുഹു, അവനും അവന്റെ സംഘവും. ഇബ്ലീസ് എന്ന് പറഞ്ഞാൽ ഒരുപടി ആളുകളുണ്ട് കേട്ടോ.
അവനും അവന്റെ കബീലയും അവനും അവന്റെ ഗോത്രവും അവനും അവന്റെ സംഘവും നിങ്ങളെ കണ്ടുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾക്കിടയിലുണ്ട്. നല്ല ബോധം വേണം. മിൻ ഹൈസു ലാ തറൗനഹും, അവൻ നിങ്ങളെ കാണുന്നു, നിങ്ങൾക്ക് അവനെ കാണാൻ കഴിയുകയില്ല. നിങ്ങൾക്ക് അവനെ കാണാൻ കഴിയാത്തത് പല വേഷങ്ങളിലായാണ് അവൻ നിങ്ങളെ സമീപിക്കുന്നത്. പുരോഹിതനായി വേഷമിട്ട് നിങ്ങളെ സമീപിക്കും. പുണ്യപുരുഷനായി വേഷമിട്ട് ഇബ്ലീസ് നിങ്ങളെ സമീപിക്കും. നേതാവായി സമീപിക്കും. പാർട്ടിയായി സമീപിക്കും. സിനിമയായി നിങ്ങളുടെ മുന്നിൽ വരും. റീൽസായി മുന്നിൽ വരും. അത് ഇൻസ്റ്റയായി മുന്നിൽ വരും. ഫേസ്ബുക്കായി മുന്നിൽ വരും. സോഷ്യൽ മീഡിയയുടെ എല്ലാ തലങ്ങളുമായി നിങ്ങളുടെ മുന്നിൽ വരും. അതാണ് അല്ലാഹു പറഞ്ഞത്, ഇന്നഹു യറാക്കും ഹുവ ഖബീലുഹു. നിങ്ങൾ ഏതെല്ലാം ഇടങ്ങളിലാണ് ഇരിപ്പുറപ്പിച്ചിട്ടുള്ളത്, ഏതെല്ലാം മേഖലകളിലാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് കൃത്യമായി അവൻ മനസ്സിലാക്കി പണിയെടുക്കുന്നുണ്ട്. മിൻ ഹൈസു ലാ തറൗനഹും. പക്ഷേ അവന്റെ കെണി പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല. വേഷപ്രച്ഛന്നായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ അവൻ വരുന്നത്. അങ്ങനെ ആത്മാവിന്റെ വസ്ത്രമായ ലിബാസു തഖ്വയെ അവൻ കീറിക്കളയുന്നു. ഇന്നാ ജഅൽന അശ്ശയാതീന ഔലിയാഅ ലില്ലദീന ലാ യുമിനൂൻ. എന്നിട്ട് അല്ലാഹു പറയാണ്, ഈ പിശാചിന് ഈ അർത്ഥത്തിൽ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകൾ അതാരാ എന്ന് ചോദിച്ചാൽ, മുഅ്മിനുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായി ഇബ്ലീസ് എന്തൊക്കെയാണ് അവരെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തടയാൻ ചെയ്യുന്നത് എന്ന് കൃത്യമായി അറിയും. അവർ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തൊക്കെ പഠിച്ചവരാണ്. ഇബ്ലീസിന്റെ വലകളെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് അംഗീകരിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്നാ ജഅൽന അശ്ശയാതീന ഔലിയാഅ ലില്ലദീന ലാ യുമിനൂൻ, വിശ്വസിക്കാത്ത അടിയുറച്ച വിശ്വാസത്തിലല്ലാത്ത ആളുകൾക്ക് ഇബ്ലീസിനെ, ശൈത്താനെ ആത്മമിത്രമായി നാം നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പിശാചിന്റെ വലയിൽ ഒരർത്ഥത്തിലും കുടുങ്ങിപ്പോകരുത്. ആദമിനെയും ഹവ്വയെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി ഭൂമിയിലേക്ക് പറഞ്ഞയക്കുന്ന സമയത്ത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉത്ബോധനം നൽകിയിട്ടുണ്ട്. ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഭൂമിയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ അള്ളാഹുവിന്റെ ദീന്, അള്ളാഹുവിലുള്ള വിശ്വാസം, വിശുദ്ധ വേദഗ്രന്ഥങ്ങൾ, വിശുദ്ധ പ്രവാചകന്മാർ, ഇവരെയാണ് പുണരേണ്ടത്. ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഒരു തരത്തിലുള്ള പേടിയോ ബേജാറോ ദുഃഖമോ ഉണ്ടാവുകയില്ല. എന്തെന്നാൽ ഈമാനിന്റെ വെളിച്ചമുള്ള മനസ്സിൽ ചെകുത്താന് പ്രവേശിക്കാൻ സാധ്യമല്ല. ഈമാനിന്റെ വെളിച്ചമുള്ള മനസ്സിൽ പിശാചിന് പ്രവേശിക്കുക സാധ്യമല്ല. വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന സത്യവിശ്വാസിയുടെ മനസ്സിൽ, 5 വക്ത് ബോധപൂർവം നമസ്കരിക്കുന്ന സത്യവിശ്വാസിയുടെ മനസ്സിൽ ഇബ്ലീസിന് കേറുക സാധ്യമല്ല. ഈമാനില്ലാത്ത മനസ്സ് ആളില്ലാതെ അടച്ചിട്ട വീട് പോലെയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അത്തരം വീടുകളിൽ ഇരുട്ട് കയറും. അത്തരം വീടുകളിലാണ് സർപ്പങ്ങൾ കൂടുകൂട്ടുന്നത്. മറ്റ് ക്ഷുദ്രജീവികൾ താവളമാക്കുന്നതും അത്തരം കൂടുകളാണ്, അത്തരം വീടുകളാണ്. നമ്മുടെ വീടിന്റെ അവസ്ഥ എന്ത്? ഏതെല്ലാം തരത്തിലുള്ള പിശാചുക്കളാണ് നമ്മുടെ വീടുകളിൽ കൂടുകൂട്ടിയിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഒമൻ യഅശു അൻ ദിക്രിർ റഹ്മാൻ, ഒമൻ യഅശു അൻ ദിക്രിർ റഹ്മാൻ. അല്ലാഹുവിന്റെ ദിക്റിനെ കുറിച്ച്, അല്ലാഹുവെ കുറിച്ചുള്ള സ്മരണ, അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മറന്ന് അള്ളാഹുവിന്റെ ദീനിനെ അവഗണിച്ചുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണോ ജീവിക്കുന്നത്, നുഖയ്യിദ് ലഹു ശൈത്താനും ഫഹുവ ലഹു ഖരീൻ, അവന്റെ കാര്യം ഞാനല്ല നോക്കുക, അവന്റെ കാര്യം ഇബ്ലീസ് നോക്കും. അങ്ങനെയാണ് ഞാൻ വ്യവസ്ഥപ്പെടുത്തിയിട്ടുള്ളത്. ഫഹുവ ലഹു ഖരീൻ, അവനായിരിക്കും അവന്റെ ആത്മമിത്രം. കാരുണ്യവാനായ റബ്ബിന്റെ ഉത്ബോധനത്തിന് നേരെ
അന്ധത നടിക്കുന്ന ഏതൊരു സത്യവിശ്വാസിക്കും അവന്റെ കാര്യം പിന്നെ പിശാചാണ് നോക്കുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് മുസ്ലിമായി കൊണ്ട് തന്നെ ഇബ്ലീസ് ആത്മമിത്രമായി വരും. പ്രിയമുള്ളവരെ, നമ്മുടെ ഏത് മേഖലയിലാണ് പിശാച് ആധിപത്യം ചെലുത്താത്തത് എന്നൊന്നാലോചിച്ച് നോക്ക്. ഏതെല്ലാം മേഖലകളുണ്ടോ ആ മേഖലകളിൽ നിന്നൊക്കെയും നല്ല വർത്തമാനങ്ങളല്ല വരുന്നത്, പിശാചിന്റെ വർത്തമാനങ്ങളാണ്. നമ്മുടെ കുടുംബങ്ങളിൽ അവൻ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ അവൻ മുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ യുവാക്കളിലും യുവതികളിലും അവനാണ് യഥാർത്ഥത്തിൽ ആധിപത്യം ചെലുത്തിയിട്ടുള്ളത്. നമ്മുടെ കലാവേദികൾ, നമ്മുടെ കലായിടങ്ങൾ, സാംസ്കാരിക ഇടങ്ങൾ, നമ്മുടെ രാഷ്ട്രീയം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ വ്യാപാരം, നമ്മുടെ വ്യവസായം, എല്ലാ മേഖലകളിലും ഇബ്ലീസ് ആധിപത്യം ചെലുത്തിയിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പലപ്പോഴും ഇതൊരു യാഥാർത്ഥ്യമായി കണ്ടുകൊണ്ട് നമ്മൾ അതിനോട് താതാത്മ്യം പുലർത്തി രാജിയായി മുന്നോട്ട് പോകലാണ് ചെയ്യാറുള്ളത്. യഥാർത്ഥത്തിൽ സത്യവിശ്വാസികൾ അങ്ങനെയല്ലേ ചെയ്യേണ്ടത്. അവർ അതിന് മറുവ്യവസ്ഥ ഉണ്ടാക്കി മുന്നോട്ട് പോകണം. അതാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഒന്നാന്തര ഉദാഹരണമാണ്. കലാസാംസ്കാരിക രംഗത്ത് ഇബ്ലീസ് എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നുണ്ട്, എത്രമാത്രം പൈശാചികമാണ് ആ രംഗം എന്ന് നമ്മോട് കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട്. നമ്മുടെ കലാസാംസ്കാരിക ലോകം എത്രമാത്രം വിർണിതമായിരിക്കുന്നു, എത്രമാത്രം ചീഞ്ഞു നാറിയിരിക്കുന്നു. മൂക്ക് പൊത്താതെ ആ പരിസരത്തേക്ക് പോകാൻ കഴിയാത്തൊരവസ്ഥ നമുക്കുണ്ട്. അത് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തുമാത്രം കാപട്യം നിറഞ്ഞ ലോകമാണ് ആ ലോകം എന്ന് ഈ റിപ്പോർട്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. ആ റിപ്പോർട്ടിന്റെ ആമുഖം നമ്മൾ വായിച്ചാൽ തന്നെ വളരെ കൃത്യമായിട്ട് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ആമുഖ 2 വരി വായിച്ചാൽ തന്നെ എന്താണ് ആ റിപ്പോർട്ട്, എന്തൊരു മെസ്സേജാണ് നമുക്ക് തരുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ആ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, മിന്നിത്തിളങ്ങുന്ന താരങ്ങളും അതിമനോഹരമായ ചന്ദ്രനുമുള്ള ആകാശമായിട്ടാണ് നാം സിനിമാ ലോകത്തെ കാണുന്നത്. പക്ഷേ പരിശോധിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് വളരെ നിഗൂഢമാണ് ആ ലോകം എന്നാണ്. മിന്നിത്തിളങ്ങുന്ന താരകങ്ങളൊന്നും നാം കരുതിയ മിന്നിത്തിളങ്ങുന്ന താരങ്ങളെന്ന് നമ്മൾ കരുതുന്ന താരങ്ങളൊന്നും യഥാർത്ഥത്തിൽ മിന്നിത്തിളങ്ങുന്നില്ല. നാം അതിമനോഹരമെന്ന് കരുതിയ ചന്ദ്രൻ അതൊട്ടുമേ മനോഹരമല്ല. സോ ഡു നോട്ട് ട്രസ്റ്റ് വാട്ട് യു സീ. എന്താണോ ബിഗ് സ്ക്രീനിൽ കാണുന്നത് അത് നിങ്ങൾ വിശ്വസിച്ചു പോകരുത് മക്കളെ. കാരണം എല്ലാം ഇന്ന് സിനിമാമയമാണ്. സിനിമാ ലോകത്തിന്റെ സ്വാധീന വലയത്തിലാണ് ഈ സമൂഹം മുഴുവൻ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ സമൂഹത്തിന്റെ, നമ്മുടെ ജനങ്ങളുടെ, കുട്ടികളുടെ, മക്കളുടെ, യുവാക്കളുടെ നടത്തം, അവരുടെ ഇരുത്തം, അവരുടെ സംസാരം, അവരുടെ ഡ്രസ്സിങ്, അവരുടെ ഭക്ഷണം, അവരുടെ തമാശകൾ, എന്തിന് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുന്നത് പോലും യഥാർത്ഥത്തിൽ എങ്ങനെയാണ് സിനിമയിൽ നടീനടന്മാർ പോസ്റ്റ് ചെയ്യുന്നത് അതുപോലെയാണ്. ഒരു അറപ്പും ഉളുപ്പുമില്ലാത്ത രീതിയിൽ നമ്മളൊക്കെയും അത് കാണുകയും രസിക്കുകയും അതിനൊക്കെ ലൈക്ക് കൊടുക്കുകയും ചെയ്യുന്നു എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. ചാണിന് ചാണായും മുഴത്തിന് മുഴമായും ഈ സമുദായം പോലും സിനിമാ നടന്മാരെയും നടികളെയും റോൾ മോഡലാക്കുകയും അവരെ ഇമിറ്റേറ്റ് ചെയ്യുകയും ചെയ്യുന്നു എന്ന് അത് നമ്മുടെ അനുഭവമാണ്. ലക്ഷക്കണക്കിന് ആരാധകരുള്ള നടീനടന്മാർ നമുക്കറിയാം. സിനിമാ ലോകത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന 17 പ്രശ്നങ്ങളെക്കുറിച്ച് ഹേമ കമ്മീഷൻ നമ്മുടെ മുന്നിൽ ഓരോ നമ്പറായിട്ട് എഴുതിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ അവർ പറയുന്നത്, സിനിമയിൽ ഒരു പെൺകുട്ടിക്ക്, ഒരു സ്ത്രീ കഥാപാത്രത്തിന് എൻട്രി കിട്ടാൻ ആ കുട്ടിക്ക് വഴങ്ങിക്കൊടുക്കേണ്ടി വരുന്നു.
പല ആളുകളുടെ മുന്നിൽ വഴങ്ങിക്കൊടുക്കേണ്ടി വരുന്നു. എങ്കിലും എന്റെ കുട്ടിക്കൊരു എൻട്രി കിട്ടട്ടെ, എന്റെ കുട്ടി പ്രശസ്തയാവട്ടെ എന്ന് മാതാപിതാക്കളും അതിനോട് രാജിയാവുന്നു. രണ്ടാമത് പറയുന്നത്, ജോലിസ്ഥലങ്ങളിൽ സ്ത്രീകൾക്ക് ഒരു സുരക്ഷിതത്വവും ഇല്ല. തങ്ങളുടെ ഇംഗിതത്തിന് വഴങ്ങാത്തവരെ വളരെ ക്രൂരമായി വയലൻസ് ചെയ്യുന്നു. നാലാമത് പറയുന്നത്, മിനിമം ലെവലിലുള്ള മനുഷ്യാവകാശങ്ങൾ പോലും എത്രത്തോളം എന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് ഡ്രസ്സ് മാറാനുള്ള ഒരിടം പോലും സിനിമാ ലോകത്തില്ല. അവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ടോയ്ലറ്റ് സൗകര്യമില്ല. എന്നിട്ട് അവർ ഇങ്ങനെ പോകുന്നുണ്ട് ആ നിർദ്ദേശങ്ങൾ. അതിന് അവർ പറയുന്ന പരിഹാരം എന്ത് എന്ന് ചോദിച്ചാൽ, ഇതിനെതിരെ നിയമനിർമ്മാണങ്ങൾ ഉണ്ടാവണം, പ്രത്യേക ട്രിബ്യൂണലുകൾ ഉണ്ടാക്കണം. അതോടൊപ്പം തന്നെ അവർ പറയുന്നുണ്ട്, രാജ്യത്ത് ധാരാളം നിയമങ്ങളുണ്ട്, പക്ഷേ ആ നിയമങ്ങളൊന്നും സ്ത്രീയെ സംരക്ഷിക്കുന്നില്ല. അതിനാൽ കൂടുതൽ കടുത്ത നിയമങ്ങൾ വേണം. പ്രിയമുള്ളവരെ, ആരാണിവിടെ വില്ലൻ? നമ്മുടെ പെൺകുട്ടികളെയും സഹോദരിമാരെയും ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചതിന്റെ പിന്നിൽ ആരാ പ്രവർത്തിച്ചത്? അതിർവരമ്പുകളില്ലാത്ത വ്യക്തി സ്വാതന്ത്ര്യത്തിനായി നിലകൊള്ളുന്നവരാണല്ലോ ഈ പറയുന്നവരൊക്കെയും. ലിബറൽ കാഴ്ചപ്പാട് അതിന്റെ എല്ലാ അതിർവരമ്പുകളും അതിലംഘിച്ചുകൊണ്ടാണ് നമ്മുടെ മുന്നിലുള്ളത്. സദാചാര ബോധത്തെയും ധാർമ്മിക ബോധത്തെയും മൂല്യസങ്കല്പങ്ങളെയും അത് 6-ാം നൂറ്റാണ്ടിലെ ആശയങ്ങളാണ് എന്ന് പരിഹരിച്ചവരാണ് ഇന്ന് ഇങ്ങനെ വിളിച്ചു പോകുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ലിബറലിസത്തിന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും ആശയങ്ങൾ മുന്നോട്ട് വെക്കാണ് ഓരോ സിനിമയും ചെയ്യുന്നത്. മൈ ബോഡി ഈസ് മൈ ചോയ്സ്. എന്റെ ശരീരം ആർക്ക് കാഴ്ചവെക്കണം, ആരെ കൂടെ അന്തിയുറങ്ങണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഞാനാണ്. അതാണല്ലോ ലിബറലിസം. അങ്ങനെയല്ല എന്ന് പറയുമ്പോൾ അത് 6-ാം നൂറ്റാണ്ടിലെ കാടൻ നിയമമായി ഇവര് ചിത്രീകരിക്കുകയും ചെയ്യുന്നു. സ്ത്രീയുടെ അന്തസ്, സ്ത്രീയുടെ ഡിഗ്നിറ്റി ഉയർത്തുന്നതിനേക്കാൾ മുഖ്യ കൺസേൺ, നമ്മുടെ സമൂഹത്തിന്റെ കൺസേൺ, അത് സ്ത്രീക്ക് നഗ്നത, അവളുടെ നഗ്നത പ്രദർശിപ്പിച്ചാണെങ്കിലും അവരുടെ സൗന്ദര്യം പ്രദർശിപ്പിച്ചാണെങ്കിലും സമൂഹത്തിൽ അറിയപ്പെടണം. അതോടൊപ്പം സമൂഹത്തിൽ നിന്ന്, ആ മേഖലയിൽ നിന്ന് ധാരാളം സമ്പത്ത് അവർക്ക് ഉണ്ടാവുകയും ചെയ്യണം. ഈ ഒരു സന്ദർഭത്തിൽ ഹേമ കമ്മീഷന്റെ പരിഹാരം, ഹേമ കമ്മീഷൻ നിർദ്ദേശിക്കുന്ന ആ പരിഹാരം വളരെ വളരെ അകലെയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ സാക്ഷാൽ ഇബ്ലീസ്, ശൈത്താൻ ഊറിച്ചിരിക്കുകയാണ്. സ്ത്രീകളെ പറഞ്ഞു പറ്റിച്ച് നിലയില്ല കയത്തിലാക്കിയിരിക്കുകയാണ്. ശുദ്ധ പറയുന്നുണ്ടത് ഇബ്ലീസിന്റെ പണി അങ്ങനെയാണ്. എല്ലാ മേഖലയിലും പറഞ്ഞ് പറ്റിച്ച അവസാനം എന്ത് ചെയ്യുന്നു? അവൻ ഇങ്ങോട്ട് ഊരിക്കളയും. ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല. അശ്ശൈത്താനു യഅദുകുൽ ഫഖ്റ വയഅ്മുറുകും ബിൽ ഫഹ്ശാ. ഖുർആൻ പറയുന്നുണ്ട്. സത്യവിശ്വാസികൾക്ക് എങ്ങനെ ഇത് മനസ്സിലാവാതെ പോയി? നിങ്ങളും നിങ്ങളുടെ മക്കളും എങ്ങനെ ഈ സിനിമാ ലോകത്തിന്റെ ആരാധകരായി മാറി? നിങ്ങൾക്ക് എങ്ങനെ ഈ നടീനടന്മാരെ റോൾ മോഡലാക്കാൻ സാധിക്കുന്നു? അശ്ശൈത്താനു യഅദുകുൽ ഫഖ്ർ. യഥാർത്ഥത്തിൽ ഇതിന്റെയൊക്കെ പിന്നിൽ പിശാചാണുള്ളത്. ആ പിശാച് നിങ്ങളോട് പറയുന്നത്, എന്ത് കടുങ്കൈ ചെയ്താണെങ്കിലും 4 കാശുണ്ടാക്കിക്കോ, അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഫഖർ, ദാരിദ്ര്യം വരും. വയഅ്മുറുകും ബിൽ ഫഹ്ശാ. ഈ 4 കാശുണ്ടാക്കാൻ വേണ്ടി ഏത് തരത്തിലുള്ള അറുവഷളൻ പരിപാടിക്കും നീ പൊയ്ക്കോ. ഇതാണ് പറയുന്നത്. നീ അങ്ങ് കണ്ണ് ചെമ്പിക്കോ. രക്ഷിതാവിനോട് പറയാ, ഇതൊക്കെ പഴയ കാലല്ല, ഇത് ജനറേഷൻ വേറെയാണ്, ഇത് ന്യൂ ജനറേഷനാണ്, ഇത് ആൽഫ യുഗത്തിലെ കുട്ടികളാണ്, ഇത് ബീറ്റ യുഗത്തിലെ കുട്ടികളാണ്. ഈ കുട്ടികൾക്കൊന്നും പണ്ട് ഞാൻ ഇതൊന്നും പറഞ്ഞത് മാതിരി മനസ്സിലാക്കാനോ, അല്ലെങ്കിൽ വല്യമാര് പറഞ്ഞാൽ ബാപ്പാര് പറഞ്ഞാൽ ഇതൊന്നും പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന പ്രായമല്ല. ബിൽ ഫഹ്ശാ. ഖുർആൻ പറയുന്നത് ഇതൊക്കെയും പിശാചാണ് നിങ്ങളോട് ഉത്ബോധിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ ജനറേഷന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ ജനറേഷൻ ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നുള്ളതാണ്. അവർക്ക് വേറൊരു ഭാഷ ഉണ്ട്, വേറൊരു ലാംഗ്വേജ് ഉണ്ട്. യഥാർത്ഥത്തിൽ അത്തരം ഒരു ജനറേഷനെ ആര് സൃഷ്ടിച്ചു? ഒരു 10-25 കൊല്ലല്ലേ ആയിട്ടുള്ളൂ. എത്ര 10,000 കണക്കിന് ജനറേഷനുകൾ ഇവിടെ വന്നു.
ഈ പ്രപഞ്ചത്തിലെ മറ്റ് സംവിധാനങ്ങൾക്കൊന്നും ഒരു മാറ്റം വന്നിട്ടില്ല. ആ സംവിധാനങ്ങളിൽ സംവിധാനമാണ് മനുഷ്യർ എന്നുള്ളത്. ഒരു 10-25 കൊല്ലം കൊണ്ട് ആ ജനറേഷൻ പറ്റ മാറി. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മുതലാളിത്തമാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് കൃത്യമായ അജണ്ടയുള്ളവരാണ്. കുടുംബം തകർത്ത് ആണിനെയും പെണ്ണിനെയും നിലവിലുള്ള മാർക്കറ്റിൽ നല്ല ലാഭമുള്ള എങ്ങനെ ലാഭമെടുക്കും, അവരെ തന്നെ മാർക്കറ്റിനെ എങ്ങനെ ഫിറ്റാക്കും, ഇത് തീരുമാനിച്ചിട്ടാണെന്ത് നമ്മുടെ തലമുറകളെ പോലും വിഭജിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനു പറ്റിയ ഡിവൈസുകൾ ആരാണ്? ആ ഡിവൈസുകൾക്ക് മൗണ്ട് ചെയ്യുന്നത് ആരാണ്? ആ ഡിവൈസൊക്കെ സമൂഹത്തിൽ ഇറക്കുന്നത്? നമ്മൾ പറയും, അഭിമാനത്തോടു കൂടി പറയും, നമ്മുടെ കുട്ടികൾ പഴയമാരല്ല. നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഡിവൈസുകൾ മുഴുവൻ ആ കുട്ടികളുടെ കയ്യിൽ കൊടുത്താൽ മതി. ആ കുട്ടികളത് ഓപ്പറേഷൻ നടത്തി നമ്മൾ സഹായിക്കുക മാത്രമല്ല, യഥാർത്ഥത്തിൽ അധാർമികതയുടെ മുഴുവൻ പ്രശ്നങ്ങളും ആ കുട്ടികൾ ആ ഡിവൈസിൽ നിന്ന് ഏറ്റെടുക്കാൻ. അപ്പൊ ഇങ്ങനെ ഒരു സമൂഹത്തെ, ഒരു തലമുറയെ ആരാണ് ഡിസൈൻ ചെയ്തത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസികൾക്ക് ഇത് തിരിയാതെ പോകരുത്. വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ആളുകൾക്ക് ഇത് തിരിയാതെ പോകരുത്. യുരീദു ശൈത്താനു അൻ യുളില്ലഹും ളലാലൻ ബഈദ. പിശാച് എന്താ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്? ഈ പറയുന്ന ഹാവഭാവങ്ങളിലൂടെ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ദീനിൽ നിന്ന്, ദീനീ സംസ്കാരത്തിൽ നിന്ന്, മനുഷ്യ സംസ്കാരത്തിൽ നിന്ന് തലമുറകളെ അങ്ങേയറ്റം അകറ്റിക്കളയുക എന്നതാണ്. യഇദുഹും വലിയ വലിയ ഓഫറുകൾ അവൻ തലമുറകൾക്ക് മുന്നിൽ വെക്കും. വയുമന്നീഹിം വമാ യഅദുഹുമു ശൈത്താനു ഇല്ലാ ഗുറൂറ. അവരെ വ്യാമോഹിപ്പിക്കും. ഖുർആൻ പറയാ, അവന് വലിയ വലിയ വാഗ്ദാനങ്ങൾ അവരുടെ മുന്നിൽ കേട്ടോ. വലിയ വലിയ ചെറിയ കോഴ്സുകൾ, വമ്പിച്ച ഓഫറുകൾ, വമ്പിച്ച ഏതാനും മാസങ്ങളുടെ കോഴ്സുകൾ കൊണ്ട് കോടിക്കണക്കിന് സമ്പാദിക്കാനുള്ള കോഴ്സുകൾ. അത് ഹലാലാണോ ഹറാമാണെന്ന വിഷയമല്ല. അത്തരം വിഷയം ഇപ്പൊ ഇല്ലല്ലോ, തീരില്ലല്ലോ. ഹറാമാണോ ഹലാലാണോ പലിശയാണോ ഈ ഒരു സംഗതികളൊന്നുമില്ല. ഇത് യഥാർത്ഥത്തിൽ ഇതിന്റെ പിന്നിലാരാ പ്രവർത്തിച്ചത്? യഅദുഹും, വലിയ വാഗ്ദാനങ്ങൾ അവൻ നൽകി. വയുമന്നീഹിം, അങ്ങനെ വ്യാമോഹിപ്പിച്ചു, തലമുറകളെ വ്യാമോഹിപ്പിച്ചു. ഓമാ യഅദുഹുമു ശൈത്താനു ഇല്ലാ ഗുറൂറ. മനസ്സിലാക്കിക്കോ, ഇതൊക്കെയും പിശാച് നിങ്ങളെ വഞ്ചിക്കുന്നതാണ്. അതാണ് നമ്മൾ സിനിമാ ലോകത്ത് നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. സിനിമാ ലോകത്ത് നിന്ന് കേട്ടുകൊണ്ട് നമ്മൾ നെടുവീർപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഈ രംഗങ്ങളൊക്കെ പിശാചി എങ്ങനെയാണ് പറഞ്ഞു പറ്റിച്ചത്. അതുകൊണ്ട് ഒഖുല്ലി ഇബാദി, പ്രവാചകരെ, എന്റെ അടിമകൾക്ക്, സത്യവിശ്വാസികൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. യഖൂലുല്ലതി ഹിയ ഹസൻ, എന്റെ ദാസന്മാരോട് പറയൂ, ഏറ്റവും നല്ല സംസ്കാരത്തിന് ഉടമകളായി മുന്നോട്ട് പോകാൻ. പിശാചിന് പിടുത്തം കൊടുക്കരുത്. തലമുറകളെ പിശാചിന്റെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കരുത്. നമ്മുടെ തലമുറകൾക്ക് വിദ്യാഭ്യാസം നൽകുന്ന സമയത്ത്, നമ്മുടെ തലമുറകൾക്ക് ജോലി നൽകുന്ന സമയത്ത്, നമ്മുടെ തലമുറകൾക്ക് പുതിയ പുതിയ കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഈ തലമുറ എങ്ങോട്ട് പോകുന്നു എന്ന് രക്ഷിതാക്കൾ ഒരു 100 വട്ടം ചിന്തിക്കണം എന്ന് പറയുന്നത്. വഖുല്ലി ഇബാദി യഖൂലുല്ലതി ഹിയ അഹ്സൻ. സത്യവിശ്വാസികൾക്ക് അവര് ഉന്നതമായ സംസ്കാരത്തിന്റെ ഉടമകളാണ് എന്ന്, ആ ഒരു ദൗത്യം ഏൽപ്പിക്കപ്പെട്ടവരാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തണം. ഇന്ന ശൈത്താന യൻസഉ ബൈനഹും, തീർച്ചയായും പിശാച് കുഴപ്പമുണ്ടാക്കാൻ പാടുപെടുകയാണ്. ബൈനഹും എന്ന് പറഞ്ഞാൽ ആർക്കിടയില? ബൈനഹും എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്കിടയില. മുസ്ലിങ്ങൾക്ക് പുറത്ത് പിശാചിനൊന്നും ചെയ്യാനില്ല. മുസ്ലിങ്ങൾക്ക് പുറത്ത്, മുസ്ലിം സമൂഹത്തിന് പുറത്ത് പിശാചിനൊന്നും ചെയ്യാനില്ല. ഓൾറെഡി അവന്റെ ആളുകളായി മാറി. ഇന്ന ശൈത്താന യൻസഖു ബൈനഹും, നിങ്ങൾക്കിടയിൽ പിശാച് കുഴപ്പമുണ്ടാക്കാൻ പാടുപെടുന്നു. ഇന്ന ശൈത്താന കാന ലിൽ ഇൻസാനി അദുവ്വൻ മുബീന. മനസ്സിലാക്കണം, മനുഷ്യന്റെ നമ്പർ വൺ ശത്രു ആര് എന്ന് ചോദിച്ചാൽ അത് പിശാചാണ് എന്ന് നീ മനസ്സിലാക്കിക്കോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. അതിനാൽ പിശാചിനാൽ ഊരിയെറിയപ്പെട്ട ആത്മീയതയുടെ വസ്ത്രം, തഖ്വയുടെ വസ്ത്രം, ആത്മാവിനെ അണിയിപ്പിക്കാനുള്ള വസ്ത്രം വിശുദ്ധ ഖുർആൻ പഠിച്ച് പ്രവാചകന്റെ ചര്യ മുന്നിൽ വെച്ചുകൊണ്ട് തിരിച്ചണിയാൻ നാം അണിയണം. നമ്മുടെ തലമുറയെ, നമ്മുടെ കുഞ്ഞുമക്കളെ അത് അണിയിക്കാനുള്ള സജീവമായ ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എങ്കിൽ ഈ ഇബ്ലീസ് നാളെ പരലോകത്ത് വെച്ച് കാലുമാറുമെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല
ആവർത്തിച്ച് പറയുന്നുണ്ട്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ, അള്ളാഹു നമ്മുടെ തലമുറകളെ കാക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ഇന്നഹു വൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ്. اللهم صل وسلم على النبي المصطفى صلاة بلا عدد باقية إلى الأبد. اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അള്ളാഹുവെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉത്ബോധിപ്പിക്കാം. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ ഒരുങ്ങുന്ന സമയത്ത് പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അപ്പുറത്ത് പിശാചുണ്ട്, ആ പിശാച് അങ്ങോട്ട് വരാതെ നോക്കാൻ നീ അള്ളാഹുവിനോട് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഏത് കാര്യം? ഖുർആൻ പഠിക്കുന്ന കാര്യം. ഖുർആൻ പഠിക്കുമ്പോൾ, നമസ്കരിക്കുമ്പോൾ, ഇസ്ലാമികമായി ഏത് കാര്യം ചെയ്യുന്ന സമയത്തും അത് അള്ളാഹുവിൻ്റെ നാമത്താൽ തുടങ്ങണം. ഖുർആൻ പാരായണം ചെയ്യുന്നതിൻ്റെ മുന്നോടിയായി പിശാചിൻ്റെ കെണിയിൽപ്പെടാതിരിക്കാൻ പ്രത്യേകം പ്രാർത്ഥിക്കണം. അപ്പം ഈ ഒരു അർത്ഥത്തിൽ കൃത്യമായി കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയാൽ പിശാചിൻ്റെ ഒരു കെണിയിൽ നമ്മളോ നമ്മുടെ ഇണകളോ നമ്മുടെ കുട്ടികളോ മക്കളോ ഒന്നും പെടില്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഖുർആൻ പഠിക്കുക എന്നുള്ളത്. എഴുതി വെച്ചോളേ. ഖുർആനെ അവഗണിച്ചുകൊണ്ട് പിശാചിൽ നിന്ന് അകലം പാലിക്കാൻ നമുക്ക് സാധ്യമല്ല. അത് മുസ്ലിം സമൂഹം അഭിമുഖീകരിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളുടെയും പരിഹാരമാണ്. ഖുർആൻ പറയുന്നത് അത് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന മുഴുവൻ രോഗങ്ങൾക്കും ശിഫയാണ് എന്നതാണ്. അപ്പോൾ ഖുർആനെ അവഗണിച്ചുകൊണ്ട് ഇബ്ലീസിൽ നിന്ന് അകലം പാലിക്കാം. എൻ്റെ കുടുംബത്തെ, എൻ്റെ കുഞ്ഞുമക്കളെ ഇബ്ലീസിന്റെ കെണിയിൽ നിന്ന് മാറ്റി നിർത്താം എന്ന് നമ്മൾ കരുതിയാൽ അതാണ് നമ്മൾക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ അബദ്ധം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇതിന് ഒറ്റമൂലി ഒന്നേ ഉള്ളൂ: അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥം പഠിക്കുക, അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥം പ്രചരിപ്പിക്കുക, പഠിച്ച വേദഗ്രന്ഥം ജീവിതത്തിൽ പകർത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളുണ്ട്, അവർക്ക് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗാവസ്ഥയിലുള്ള മാതാപിതാക്കളുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആശ്വാസം നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞ നമ്മുടെ മാതാപിതാക്കളുണ്ട്, നമ്മുടെ ഇണകളുണ്ട്, സഹോദരി സഹോദരന്മാരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹദ് ഫദ്ൽ കൊണ്ട് അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം ജന്നാത്തുൽ ഫിർദൗസ് ലഭിക്കുക എന്നതാണ്. സത്യവിശ്വാസിയുടെ ഏറ്റവും വലിയ ആഗ്രഹം അതായിരിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിരന്തരമായി പ്രാർത്ഥിക്കുക. നമ്മുടെ വേണ്ടപ്പെട്ട എല്ലാവരോടും കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ നമുക്ക് പ്രവേശനം ലഭിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാസൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار ولا تجعلنا من حطب النار. اللهم انصر المجاهدين في كل مكان، خاصة في غزة وفي رفح وفي فلسطين يا رب العالمين. اللهم انصر إخواننا الأحباء في فلسطين. اللهم انصرهم من اليهود المحتلين الظالمين الكاذبين الماكرين الغاصبين. اللهم انصرهم نصرا قريبا. اللهم احينا بالإسلام